2 ചായ. മലപ്പുറത്തിന്റെ രുചിഭൂപടത്തിൽ ഒരു അങ്ങാടിയുടെ പേര് തന്നെ ഒരു പലഹാരത്തോടൊപ്പം ചേർക്കപ്പെട്ട കഥയാണിത്. ചായ. അതിൻ്റെ പേരാണ് സമൂസ. മക്കരപ്പറമ്പിനടുത്തുള്ള ഈ ചെറിയ കവല എങ്ങനെ സമൂസപ്പടിയായി? എൻ്റെ പേര് വരിക്കോണം കുഞ്ഞമ്മൂ എന്നാണ്. ഞാൻ ചെറുപ്പം മുതൽക്ക് നാട് വിട്ട് പോയിരുന്നത് 1958 ഇവിടുന്ന് നമ്മളെ കേരളം വിട്ട് പോണത്. കേരളം വിട്ട് പോയി ഫസ്റ്റ് തന്നെ പോയത് ഹോസ്പിറ്റൽ തന്നെ കർണാടക സ്റ്റേറ്റിലാണ്. അവിടുന്ന് പിന്നെ പല നാട്ടിലും പോയി. ബൊംബൈയിൽ പോയി, അജ്മീർ പോയി, ഗുജറാത്ത് പോയി, അഹമ്മദാബാദ് പോയി, ഹൈദരാബാദിൽ പോയിട്ടാണ് പിന്നെ പണി പഠിക്കണത്. സമൂസ പണി ഞാൻ തുടങ്ങണത്. അവിടെ പോയി കുറേ കാലം അവിടെ ഹോട്ടൽ പണിയെടുത്തു. അവിടുന്ന് പിന്നെ തിരിച്ച് ബല്ലാരിയിൽ വന്നു. ബല്ലാരിയിൽ കുറേ കാലം പണിയെടുത്തു. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. 78 നമ്മുടെ നാട്ടിൽ വന്നിട്ട് പെണ്ണൊക്കെ കിട്ടിയിട്ട് ഒരു ചെറിയ കച്ചവടം എന്തെങ്കിലും തുടങ്ങാനുള്ള എനിക്ക് സമൂസൻ്റെ ഏർപ്പാട് ഇവിടെ നടക്കുന്ന ഒരു തോന്നലുണ്ടായി. അങ്ങനെ സമൂസ പണി തുടങ്ങിയത്. അത് നമ്മളെ തോട്ടക്കര ബസ് സ്റ്റോപ്പിൽ അവിടെ ബസ് നിർത്തൂല പറഞ്ഞുകൊണ്ട് പയോട്ടപ്പടിക്കലാണ് ബസ് നിർത്തിയത്. അങ്ങനെ പയോട്ടപ്പടിക്കൽ ബസ് നിർത്തിയപ്പോൾ ബ്രിട്ടീഷുകാർ സമൂസപ്പടി എന്നുള്ള പേര് ബ്രിട്ടീഷുകാരാണ് വെക്കുന്നത്. പറഞ്ഞു കേട്ടിട്ടല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. എന്ത് കുഞ്ഞുമൂസയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ പുച്ഛമായിട്ടുള്ള വർത്താനായിരുന്നു അന്ന് പറഞ്ഞിരുന്നു. സമൂസ ആർക്കും അറിയില്ല. ഞാൻ ഒരു 4,000 6,000 സമൂസ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഇതിൻ്റെ അനിയനാണ്. എൻ്റെ പേര് മുഹമ്മദ് ഷരീഫ്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ വർഷങ്ങളായി തുടങ്ങിയിട്ട് പാപ്പാൻ്റെ പാരമ്പര്യമായുള്ള ജോലിയാണ്. ഞങ്ങൾ തുടങ്ങിച്ച് 92 തുടങ്ങിയതാണ്. ഏകദേശം 32 വർഷത്തോളമായി വാപ്പായിട്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത്. ഇതിൽ ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവരും പങ്കാളികളാണ് ഇതിൻ്റെ പണിക്കാരായിട്ട്. അല്ലാതെ പുറത്തൊന്നും ആയിട്ടില്ല. ഈ ബിസിനസ്സിൽ നിന്നാണ് ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ളത്. പുറത്തേക്കൊരു ഇതായിട്ട് ഞങ്ങൾ ഒരു പണിക്കായിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പാപ്പാൻ്റെ മരണശേഷം ഞാനാണ് ഈ സ്ഥാപനം കൊണ്ടുനടക്കുന്നത്. പ്രധാനമായും നമ്മൾ സമൂസയാണ് നമുക്ക് കച്ചവടം. ഞങ്ങൾ ആദ്യം ഞങ്ങൾ 31 ഫസ്റ്റ് തുടങ്ങിയത് നമ്മൾ സമൂസ നെയ്യപ്പത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സമൂസക്ക് അന്ന് ആവശ്യക്കാർ കൂടുതലായിട്ട്. സമൂസ എന്ന് പറഞ്ഞെങ്കിൽ ഒരു എല്ലാ കടയിലും കുഞ്ഞിലോക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു ആശ്രയ ഭക്ഷണമായിരുന്നു സമൂസ എന്ന് പറയുന്നത്. പിന്നീട് കടികളൊക്കെ ഒരുപാട് വ്യത്യസ്തപരമായ കടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ സമൂസൻ്റെ ഓർഡറുകൾ പലതും സമൂസൻ്റെ താല്പര്യക്കാർ പലതും മറ്റു കടികളിലേക്ക് ആശ്രയം തുടങ്ങി. എൻ്റെ പേര് മാറൂഫ്, MR പീപ്പിൾ എന്നറിയപ്പെടുക. ഞാൻ സമൂസ കൊണ്ടുവന്ന ആളാണ്. ലൈനിൽ പോകുന്ന ആളാണ്. സമൂസ നല്ല അഭിപ്രായം എല്ലാവരും വാങ്ങലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജീവക്കാരന് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ സമൂസ വിറ്റിട്ടാണ് തന്നെ പാവപ്പെട്ടവർക്ക് ക്യാൻസർ, കിഡ്നി രോഗി, കല്യാണം, അതുപോലെ തന്നെ പിന്നെ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ ജീവക്കാരന് പ്രവർത്തനം കൊണ്ട് ഈ സമൂസ വിറ്റിട്ടാണ് കൊടുക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവക്കാരന് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂസ ഓരോ ദിവസം ഓരോ ആഴ്ച ഓരോ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം. നമ്മളെ ആൾക്കാർ നമ്മളെ കാത്തിരിക്കുന്ന സമൂസക്ക് നമ്മളെ സമൂസ അത്രയും ഫേമസ് ആണ്. സമൂസ 7 വർഷമായിട്ട് സമൂസ കൊണ്ടുവന്നുണ്ട്. വീട്ടുകാർ കൂടിയാണ് ഞാൻ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. എൻ്റെ ജീവിതമാർഗം തന്നെ കുടുംബത്തിൻ്റെ ജീവിതമാർഗം തന്നെ സമൂസയാണ്. ഇതാണ് സമൂസയായിട്ടാണ് ജീവിതമാർഗമായിട്ട് പോകുന്നത്. എൻ്റെ പേര് ഉമർ റംഷാദ്. എൻ്റെ കമ്പനി ഞാൻ ഫുഡ്. പിന്നെ ഇവിടെ ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ഫീൽഡിൽ. എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 10 വർഷമായി. ഇതിപ്പോൾ ഇതിന് സമൂസ ഉണ്ടാക്കാനുള്ള ഷീറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഇവിടെ മലപ്പുറം ജില്ല, കോഴിക്കോട്, അതേപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, അങ്ങനെ 4 ജില്ലകൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 3000-3500 പീസ് ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 40-45 പേരോളം നമ്മുടെ കമ്പനിയിൽ നിന്ന് സാധനം എടുത്ത്
പുറത്ത് കൊണ്ടുപോയിട്ട് സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഷഫീഖ് മാഷ്, കുറുവ AUP സ്കൂളിലെ അധ്യാപകനാണ്. സമൂസപ്പടിക്കാരനാണ്. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ സ്വന്തം സമൂസപ്പടി. ഞാൻ അധ്യാപന ജീവിതത്തിലേക്ക് പോകുന്നതിന് മുന്നേയുള്ള വിദ്യാർത്ഥി ജീവിതം, അധ്യാപക വിദ്യാർത്ഥി ജീവിതമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വരുമാന മാർഗമായിരുന്നു സമൂസയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. പഴയടത്തുപടി എന്നായിരുന്നു ഞങ്ങളുടെ സ്വന്തം സമൂസപ്പടിയുടെ ആദ്യകാല പേര്. സമൂസ എന്ന് പറയുന്ന പലഹാരം ഈ നാട്ടിലെത്തിയപ്പോഴേക്ക് ആ പേര് മാറി സമൂസപ്പടിയായിട്ട് മാറി. ഞങ്ങളുടെ നാട്ടിലെ ഒട്ടനേകം ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു ഈ സമൂസ പണി തന്നെ. വരിക്കോടൻ കുഞ്ഞമ്മുവക്ക നാട്ടിലേക്ക് എത്തിച്ചു. ഞങ്ങളുടെ ആളുകളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് മാറി പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സമൂസ നിർമ്മാണ ശാലകൾ തുടങ്ങി. നോമ്പുൾപ്പെടെയുള്ള സമയങ്ങളിൽ ധാരാളം സമൂസകൾ കൊണ്ടുവന്ന ഒരു നാടായിട്ട് ഈ സമൂസപ്പടി മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ എത്രയോ കാലം മുന്നെയാണ്, കുട്ടിക്കാലത്തിനൊക്കെ തൊട്ട് മുന്നെയാണ് ഈ സമൂസ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വരുന്നത്. അന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ബോംബെ സമൂസ മാത്രമാണ് കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ രുചിച്ചറിയുന്നത് ഈ നാട്ടിൽ കുഞ്ഞമ്മുവക്ക പരിചയപ്പെടുത്തിയ ആ സമൂസ തന്നെയാണ്. ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്വാദിലുള്ള ഒരു സമൂസയാണ് ഈ പറയുന്ന നാട്ടിൽ ഇന്ന് സജീവമായി ഞങ്ങളുടെ പല ആളുകളുടെയും ഉപജീവന മാർഗമായിട്ടുള്ള സമൂസ. ഇന്ന് ഈ സമൂസക്ക് കൂടുതൽ പ്രചാരമാണ്. പുതിയ തലമുറ ഈ സമൂസയെ ആഗ്രഹിച്ച് നാട്ടിലെത്തി ഇത് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ജോലിക്കാരായിട്ട് മാറിയിട്ടുണ്ട്. നോമ്പുകാലങ്ങളിലാണ് സമൂസക്ക് കൂടുതൽ ആവശ്യക്കാർ. പല ഭാഗങ്ങളിൽ നിന്നായി, നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ സമൂസ കൊണ്ടുപോകാൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുമായി പലയിടത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. ഇന്ന് കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലും എത്തുന്ന ഈ സമൂസക്ക് നാട്ടിൽ ഏറെ പ്രചാരമാണ്, കൂടുതൽ ജനകീയമാണ്. ഒരു മനുഷ്യൻ്റെ കൈപ്പുണ്യം, ഒരു നിമിഷത്തെ രുചി, ഒരു നാടിൻ്റെ അടയാളമായി മാറുമ്പോൾ അതാണ് സമൂസപ്പടി.